മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടെ പ്രധാന അണക്കെട്ടിലും ബേബി ഡാമിലും വൻ ചോർച്ച കണ്ടെത്തി. ഇന്നലെ അണക്കെട്ട് സന്ദർശിച്ച ഉപസമിതി അംഗങ്ങളാണ് ആറിടത്ത് ചോർച്ച കണ്ടെത്തിയത്. പ്രധാന അണക്കെട്ടിന്റെ സമീപത്തെ സ്പിൽവേ ഷട്ടറുകൾ പ്രവർത്തിപ്പിച്ച് കാണിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് നിരാകരിച്ചത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഉപസമിതി ഇന്നും അണക്കെട്ട് സന്ദർശിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 11, 13, 16, 17, 18, 19 ബ്ലോക്കുകളിലൂടെയാണ് ജലം ചോരുന്നതായി ഉപസമിതി കണ്ടെത്തിയത്. ബേബി ഡാമിൽ പുതുതായി കണ്ടെത്തിയ ചോർച്ച 116 അടിയിലാണ്. ബേബി ഡാമിന്റെ ചുവട്ടിലൂടെ മുമ്പുണ്ടായിരുന്ന ചോർച്ചയ്ക്കൊപ്പമാണ് ഇടതുഭാഗത്ത് പുതിയ ചോർച്ച കണ്ടെത്തിയത്. ജലനിരപ്പ് 130 അടിയിലെത്തുന്ന ഭാഗത്ത് നടപ്പാതയിലൂടെ ജലം കിനിഞ്ഞിറങ്ങുന്നുമുണ്ട്. അതേസമയം പ്രധാന അണക്കെട്ടിന് സമീപത്തെ സ്പിൽവേ ഷട്ടറുകൾ പ്രവർത്തിപ്പിച്ച് കാണിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് നിരാകരിച്ചു. ഇതിനെതിരെ ഉപസമിതി യോഗത്തിൽ ശക്തമായി പ്രതികരിച്ച കേരളം നാളെ ഡാം സന്ദർശിക്കുന്ന ഉന്നതാധികാര സമിതിക്ക് മുന്നിൽ ആശങ്ക അറിയിക്കും. ഇന്നും ഉപസമിതി സന്ദർശനം തുടരും. സ്പിൽവേ ഷട്ടറിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതിന് സമാനമായ രീതിയിൽ റബ്ബർ ബീഡിങ്ങിന് തകരാറുണ്ടായിട്ടുണ്ട്. ഇതുമൂലം അടിയന്തര ഘട്ടത്തിൽ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്താനാകുമോ എന്നാണ് കേരളത്തിന്റെ ആശങ്ക. ഇതിനിടെ മുല്ലപ്പെരിയാർ ജലം സംഭരിക്കുന്ന തേനി ജില്ലയിലെ വൈഗ അണക്കെട്ടിൽ നിന്നും ജലം വൻതോതിൽ തുറന്നുവിട്ട് ജലനിരപ്പ് താഴ്ത്താൻ തമിഴ്നാട് ശ്രമം തുടങ്ങി. ഇവിടെ നിന്ന് സെക്കൻഡിൽ 4000 ഘനയടി ജലമാണ് ശനിയാഴ്ച തുറന്നുവിട്ടത്. മുല്ലപ്പെരിയാറിൽ ചോർച്ച കണ്ടതോടെയാണ് വൈഗയിലെ ജലം തമിഴ്നാട് തുറന്നുവിട്ടതെന്നാണ് വിവരം. ആവശ്യമെങ്കിൽ ഉന്നതാധികാര സമിതി എത്തുന്നതിന് മുമ്പ് മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ ജലം വൈഗയിലെത്തിച്ച് സംഭരിക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.